റിയാസ് മൗലവി വധക്കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഷാജിദ് ചേരുകയാണ്. ഈ വിധി വന്നതിന് പിന്നാലെ വലിയ വിവാദമായി. മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുനരന്വേഷണം വേണമെന്നാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിന് ആവശ്യമുണ്ടോ? വീണ്ടും ഒരു അന്വേഷണത്തിന് ആവശ്യമുണ്ടോ? ഇത് സമയബന്ധിതമായിട്ട് പോലീസ് അന്വേഷിച്ച് കൃത്യമായ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വിചാരണ കഴിഞ്ഞു പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ നിരത്തിയ ഒരു കേസാണ്. ആ പ്രതികളെ വെറുതെ വിട്ട നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ കൃത്യമായ പരിഹാരം. കാരണം ഇത് എന്നേക്കും നീതി നിഷേധിക്കപ്പെടില്ല. DNA എവിഡൻസ് അടക്കം ഞാൻ മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. 87ഓളം സാഹചര്യ തെളിവുകൾ 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരെ ശക്തമായി കോടതിയിൽ ഹാജരാക്കിയ കേസാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഇതിനെതിരായിട്ട് അപ്പീൽ ബോധിപ്പിക്കണം. അതിനിന്ന് ഞാൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. സർക്കാരും അപ്പീൽ ബോധിപ്പിക്കുമെന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു കോടതിക്കും ഒന്നാം പ്രതിയെ വെറുതെ വിടാനുള്ള ഒരു തെളിവുകൾ, അതായത് പ്രതികൾക്ക് അനുകൂലമായൊരു തെളിവുകൾ പോലും അതിലില്ല. വളരെ ഫ്ലിംസി ഗ്രൗണ്ടിൽ DNA തെളിവുകളടക്കം അവിശ്വസിച്ചു. DNA തെളിവുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സുകൾ ഒന്നാം പ്രതിയുടേതാണെന്നുള്ളത് ഒന്നാം പ്രതിയുടെ DNA എടുത്ത് തെളിയിച്ചിട്ടില്ല എന്ന ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന ആറ്റിറ്റ്യൂഡ് ഹൈക്കോടതി അത് സൂക്ഷ്മമായി നോക്കും, ഡിവിഷൻ ബെഞ്ച് നോക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ പ്രോസിക്യൂഷനും പോലീസും ഒത്തുകളിച്ചെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വിധി വന്നപ്പോൾ മുതൽ അങ്ങനെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഷിനോജ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേകം സ്പെഷ്യൽ പ്രോസിക്യൂഷനും ഡിഫൻസും നടത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ RSSകാർ പ്രതികളാവുന്ന ഒരു കേസ് എതിരായിട്ട് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് RSS എന്നോ CPM എന്നോ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ഇല്ല. കാരണം എൻ്റെ മതം എൻ്റെ മുമ്പിൽ വരുന്ന കക്ഷികളാണ്, എൻ്റെ അന്നവും അതാണ്. ഈ കേസിൽ അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ എന്താണ് കഥ എന്നറിയാതെ ആട്ടമാടുകയാണ്. ഇന്നലെ VD സതീശൻ പറഞ്ഞത് ഞാൻ കേട്ടു. ഈ കേസിൽ RSSകാരാണെന്ന് തെളിയിക്കുന്ന 5ഓളം സാക്ഷികളെ പ്രോസിക്യൂഷൻ ഒഴിവാക്കിയെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിധിപ്പകർപ്പ് VD സതീശൻ ഈ വിധിപ്പകർപ്പ് വായിച്ചിട്ടുണ്ടോ? VD സതീശൻ ഈ വിധിപ്പകർപ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ അത്തരമൊരു കമൻറ്റ് പറയില്ല. കാരണം 81, 82, 83, 84 സാക്ഷികൾ, ഈ 81 മുതൽ 84 സാക്ഷികൾ RSSൻ്റെ ഉറ്റ പ്രവർത്തകരാണ്, പ്രതികളുടെ ഉറ്റ സുഹൃത്തുക്കളുമാണ്. ഈ 81, 82, 83, 84 സാക്ഷികൾ കൂറുമാറി. ഇന്ത്യ രാജ്യത്ത് സാക്ഷികൾ കൂറുമാറിക്കഴിഞ്ഞാൽ ആ തെളിവുകൾ തെളിവിലേക്കെടുക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ 83-ാം സാക്ഷിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ RSS പ്രവർത്തകനാണോ? അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയിൽ സമ്മതിച്ചു, ഞാൻ RSS പ്രവർത്തകനാണ്. നിങ്ങളുടെ ഫോണിൽ 1ഉം 2ഉം പ്രതികൾ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അസ്വാഭാവികമായി വിളിക്കുമ്പം അതിൽ അസ്വാഭാവികത ഇല്ലേ? അസ്വാഭാവികത ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തെളിവിൽ കൊണ്ടുവന്നിട്ടും അതൊന്നും ജഡ്ജ്മെൻറ്റിൽ കാണുന്നില്ല. എന്നിട്ടിപ്പോൾ VD സതീശൻ പറയുകയാണ് പ്രോസിക്യൂട്ടർ ഗിവ് അപ്പ് ചെയ്തു. അദ്ദേഹം ജഡ്ജ്മെൻറ്റ് പഠിക്കട്ടെ. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടിട്ട് പറയുന്നതിന് പകരം ഏത് സാക്ഷികളെയാണ് ഒഴിവാക്കിയതെന്ന് VD സതീശൻ പറയട്ടെ. RSSൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് പ്രതികളുടെ ഉറ്റ കൂട്ടുകാരായ 4 സാക്ഷികളെ അഡീഷണൽ സാക്ഷികളാക്കി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തന്നെ കോടതിയിൽ കൊണ്ടുവന്നതാണ്. അവരുടെ 161 സ്റ്റേറ്റ്മെൻറ്റ് പ്രതികൾക്ക് സപ്ലൈ ചെയ്തതിന് ശേഷം അവരെ വിസ്തരിച്ച തെളിവുകൾ കോടതിയിലുണ്ട്. അദ്ദേഹം ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് വേണം പറയാൻ. ഞാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാനൊരു ഓഫീസർ ഓഫ് ദ കോർട്ടാണ്. ഒരു പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഒരു ഉത്തരവാദിത്തപ്പെട്ട അതായത് ആ കേസ് കഴിയുന്ന ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഞാൻ. ഇത് VD സതീശൻ സ്വപ്നത്തിൽ കണ്ടതാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തെളിവ് നിരത്തട്ടെ. എന്ത് വിളിച്ച് പറയാലോ? 5 സാക്ഷികൾ വിസ്തരിച്ചിരുന്നു നമ്മൾ. 81 ഞാൻ പറഞ്ഞല്ലോ ഷിനോജ്, അതായത് ഞാൻ വേറെ അക്കമിട്ട് പറയുന്നത് ഇതൊക്കെ റെക്കോർഡിംഗ് ആണല്ലോ. 81, 82, 83, 84 സാക്ഷികൾ, അമർ, സന്ധു, പവൻ, അതുപോലെ തന്നെ വേറൊരാളും, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ 81 മുതൽ 84 വരെ സാക്ഷികൾ RSS ശാഖയിൽ പോകുന്നവരാണെന്നും പ്രതികളുടെ ഒറ്റ കൂട്ടാളികളാണെന്നും ഈ കൊലപാതകം കഴിഞ്ഞ് പ്രതികൾ അവരുടെ അടുത്ത് പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നും ഒറിജിനലി പോലീസിന് മൊഴി കൊടുത്ത ആളുകളാണ്. ആ മൊഴികൾ ഉണ്ടല്ലോ കോടതിയിൽ. ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചു വരുത്തി അവരെ ക്രോസ് ചെയ്തതാണ്. അതിലൊരു സാക്ഷിയാണ് സമ്മതിക്കുന്നത്, പ്രതികൾ എന്നെ വിളിച്ചിരുന്നു. എന്തിനു വിളിച്ചിരുന്നു? എന്തുകൊണ്ടത് ആ കാര്യത്തെക്കുറിച്ച് VD സതീശൻ പറയണില്ല?
അത് RSSന്റെ ആളെ വിളിച്ചിരുന്നു ഈ കൃത്യത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്തരം കാര്യങ്ങൾ ജഡ്ജ്, അതായത് ആ ഒരു മൊഴി മാത്രമേ ഉള്ളൂ ഈ RSS ബന്ധം സ്ഥിരീകരിക്കുന്നത്. RSS ബന്ധം സ്ഥിരീകരിക്കുന്ന 81, 82, 83, 84 സാക്ഷികളിൽ ഈ ഒരു മൊഴി സാധൂകരിക്കാൻ വേണ്ടി എടുക്കാം. RSS ആണെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റാത്തത് ഒരു കേസ് വെറുതെ വിടാനുള്ള ഒരു കാരണമാണോ? മറ്റു തെളിവുകളുണ്ടെങ്കിൽ അവർ ഹിന്ദുക്കളാണെന്നും ആ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോടുള്ള വിരോധമുണ്ടെന്നും, അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളോടും വിരോധമുണ്ടെന്നല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ജനറലി വിരോധം, ആ വിരോധം കാരണമാണ് പള്ളിയിലേക്ക് വന്നത് എന്നും അതിൽ ഒന്നാം പ്രതിക്കെതിരെ ശക്തമായ DNA തെളിവുകൾ ഉണ്ടെന്നും ആ DNA തെളിവുകൾ ഒരിക്കലും ഓവർകം ചെയ്യാൻ ഡിഫൻസിന് കഴിഞ്ഞില്ല എന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത്? 3 പ്രതികൾ ട്രയൽ ഫേസ് ചെയ്തൊരു കേസിൽ 97 സാക്ഷികളും 215 രേഖകളുമുള്ളൊരു കേസിൽ 40 ദിവസത്തിലധികം ഓരോ പോയിന്റും 1 by 1 ഇതൊക്കെ അടങ്ങിയ ഒരു ആർഗ്യുമെൻറ്റ് നോട്ട്സ്, ആ ആർഗ്യുമെൻറ്റ് നോട്ട്സിൽ സർക്കംസ്റ്റൻസ് എഗെയിൻസ്റ്റ് A1, സർക്കംസ്റ്റൻസസ് എഗെയിൻസ്റ്റ് A2, സർക്കംസ്റ്റൻസസ് എഗെയിൻസ്റ്റ് A3 എന്ന് പറഞ്ഞാൽ 1, 2, 3 പ്രതികൾക്കെതിരായ സാഹചര്യ തെളിവുകൾ 87 സാഹചര്യ തെളിവുകൾ കോടതിയിൽ നിരത്തി. എന്തുകൊണ്ട് ആ വിധിപ്പകർപ്പിൽ ഈ 81 മുതൽ 84 വരെ സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രതിഫലിച്ചു വന്നില്ല? ഇത് പറയാനുള്ള ധൈര്യം VD സതീശനുണ്ടോ? ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ധൈര്യം VD സതീശനുണ്ടോ? അല്ലാതെ ഇപ്പം ഗവൺമെൻറ്റിനെതിരായിട്ട് അറ്റാക്കിൽ VD സതീശൻ വെറുതെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും അതുപോലെ തന്നെ കേരള പോലീസിനെയും വെറുതെ വലിച്ചെടുക്കും. കാരണം എനിക്ക് രാഷ്ട്രീയമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്നും ജീവിക്കുന്ന അല്ലെങ്കിൽ ജോലിയിൽ ജീവിച്ചു വരുന്നൊരു വ്യക്തിയാണ്. അതായത് ഈ വിധി വന്നപ്പോഴാണ് വിവാദമാകുന്നത്, പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതും. 7 വർഷം എടുത്തു ഇതിൻ്റെ വിചാരണ വിധി വരാൻ വേണ്ടി. ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും കുടുംബാംഗങ്ങളോ ആക്ഷൻ കമ്മിറ്റിയോ ആരെങ്കിലും ഈ അന്വേഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നിലപാടിനെക്കുറിച്ചോ ഏതെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? അതിലേക്കാണ് ഞാൻ വരുന്നത് ഷിനോജ്. അതായത് 20/3/2017 നടന്ന കൊലപാതകം അന്ന് തന്നെ, അതായത് മോർണിംഗ് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച് 85 ദിവസത്തിനുള്ളിൽ സമയബന്ധിതമായി ചാർജ് ഷീറ്റ് കൊടുത്തു. കേരളത്തിലെ പ്രമുഖനായ സീനിയർ അഭിഭാഷകൻ, എൻ്റെ ഗുരുവായിരുന്ന അഡ്വക്കേറ്റ് M. അശോകനെ ഗവൺമെൻറ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി റിയാസ് മൗലവിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരം നിയോഗിക്കുന്നു. അന്നു മുതൽ ഈ കേസിൽ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ. ഈ 7 വർഷക്കാലം VD സതീശൻ കിടന്നുറങ്ങുമായിരുന്നോ? 7 വർഷക്കാലം ലീഗിൻ്റെ ആൾക്കാർ കിടന്നുറങ്ങുമായിരുന്നോ? അന്നൊക്കെ വളരെ ഭംഗിയായി ഈ കേസിൻ്റെ വിചാരണ നടന്നു. ഓരോ ഘട്ടങ്ങളിലും പേപ്പറിലൂടെ ഈ വിചാരണ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നീട് വിധി വെക്കുന്നു. ഈ വിധി വെറുതെ നീണ്ടു പോകുന്ന സമയങ്ങളിൽ VD സതീശൻ എവിടെയായിരുന്നു? ആ സമയത്തൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉന്നയിച്ചുകൂടായിരുന്നോ? ഈ കേസിൽ ഒരു കേസ് വെറുതെ വിടാം, ഒരു കേസ് ശിക്ഷിച്ചാലും വെറുതെ വിട്ടാൽ അപ്പീലുകളുണ്ട് രാജ്യത്ത്. ഇത് അവസാനത്തെ കോടതിയല്ലല്ലോ. അതിന് പകരം വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വേണ്ടാതെ ഒരു കുടുംബത്തെ വേട്ടയാടുകയാണ്. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ വലിച്ചിഴക്കുന്ന ഇയാളുടെ തന്ത്രം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിധിപ്പകർപ്പിൽ എവിടെയും VD സതീശനും കൂട്ടരും ആരോപിക്കുന്ന പോലെ വീഴ്ച വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്തെ കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കുമ്പം അവരെഴുതുന്ന ബഹുമാനപ്പെട്ട ജഡ്ജസ് എഴുതും, പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽഡ് ടു പ്രൂവ് ദി ചാർജസ്. അത് തന്നെയേ ഈ വിധിയിൽ ആവർത്തിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വീണ്ടും പറയണു, വീഴ്ച പറ്റി, ഗുരുതരമായ വീഴ്ച എന്ന് ജഡ്ജ്മെൻറ്റിൽ ഏത് പാരഗ്രാഫിൽ ഏത് പേജിലെന്ന് മിസ്റ്റർ VD സതീശൻ പറയട്ടെ. ആർക്കും വിളിച്ചു പറയാലോ, വീഴ്ച പറ്റി, ഗുരുതരമായ വീഴ്ച, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ആർക്കും വിളിച്ചു പറയാലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ? പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും, ഐ റിപ്പീറ്റ്, പോലീസിൻ്റെ ഭാഗത്തുനിന്നാവട്ടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നാവട്ടെ, ഈ കേസിൽ 100% നീതി പുലർത്തി നടത്തിയ കേസാണ്. അത് റിയാസ് മൗലവിക്കും കുടുംബത്തിനും അറിയാം, ആക്ഷൻ കമ്മിറ്റിക്കും അറിയാം. ഒരു കാര്യം കൂടി, 7 വർഷത്തിനിടയിൽ 8 ജഡ്ജിമാരല്ലേ ഈ കേസ് പരിഗണിച്ചത്. 5ഓളം ജഡ്ജിമാർ വാദം കേട്ടു. 3ാമത്തെ ജഡ്ജാണ് KK ബാലകൃഷ്ണനാണ് വിധി പറയുന്നത്. ഈ ജഡ്ജിമാർ മാറിയത് കേസിനെ ബാധിച്ചിട്ടുണ്ടോ? 8 ജഡ്ജിമാരാണ് വന്നുപോയത്. ജഡ്ജിമാർ മാറിയത് തീർച്ചയായിട്ടും കേസിനെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ തുറന്നു പറയാം, തുടക്കത്തിലുള്ള ജഡ്ജിമാർ പോയതിന് ശേഷം അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ജഡ്ജി, അദ്ദേഹം വളരെ സ്പീഡിൽ ഈ കേസ് തീർക്കാനുള്ള 313 സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ള 1000കണക്കിന് പേജുള്ള 313 സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തയ്യാറാക്കിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ കേസ് തീർക്കാനുള്ള സ്റ്റെപ്പ് എടുക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ. അത് കഴിഞ്ഞ് മാറി വന്ന ഒരാൾ വരും എന്ന് പറഞ്ഞു, പക്ഷേ വന്നില്ല. അത് കഴിഞ്ഞ് കൃഷ്ണകുമാർ സാർ കോഴിക്കോടുള്ള, അദ്ദേഹവും വളരെ എഫിഷ്യൻ്റായിട്ട് ഈ കേസ് തീർക്കാൻ
അനേകം എഫേർട്ട് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഷിനോജ് ആ കഷ്ടപ്പാട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 40 ദിവസത്തോളം അദ്ദേഹം വളരെ പേഷ്യൻ്റായി. അദ്ദേഹം എനിക്കറിയാത്ത കാര്യങ്ങളാണ്, ഞാൻ ട്രയൽ നടത്താത്ത ജഡ്ജാണ്, എനിക്കെല്ലാം പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 35-40 ദിവസത്തോളം വാദം പറഞ്ഞു. അദ്ദേഹം എല്ലാം നോട്ട്സാക്കി. അദ്ദേഹവും അവസാന വാദത്തിന് വേണ്ടി അശോകൻ സാറിൻ്റെ വരവിന് വേണ്ടി 15/5 കേസ് വെച്ചപ്പോഴാണ് 1-ാം തീയതി സാറിൻ്റെ മരണം. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയമായി. ദൗർഭാഗ്യവശാൽ പുതിയ പ്രോസിക്യൂട്ടർ, അതായത് എന്നെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള ടൈം എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് തീർക്കാൻ പറ്റിയില്ല. അതിനുശേഷം വന്ന 8ാമത്തെ ജഡ്ജാണ് ഈ വിധി പറഞ്ഞ ജഡ്ജ്. ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് നിങ്ങളും ഈ സോഷ്യൽ മീഡിയ നിങ്ങളും ചോദിക്കുന്നത് കേൾക്കുന്നില്ല ഈ നേതാക്കന്മാരോട് ഇൻ്റർവ്യൂ സമയത്ത്. ഏത് പേജിൽ ഏത് പാരഗ്രാഫിൽ 5 സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. 2, പ്രോസിക്യൂഷന് ഗുരുതരമായ വീഴ്ച, കേരള പോലീസിന് ഗുരുതരമായ വീഴ്ച എന്ന് ഏത് പേജിലാണ് ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുള്ളത്? ഇത് രണ്ടുമില്ലെങ്കിൽ അതിൻ്റെ ഒരേ ഒരു ഉത്തരം, ഇത് രാഷ്ട്രീയ പകപോക്കൽ, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ നേടാനുള്ള കുതന്ത്രം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വിധി പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ. അതിൽ എവിടെയാണ് ഈ കെ ബാലകൃഷ്ണൻ ജഡ്ജ് ഈ കേസ് അത് 3 പ്രതികളെയും വെറുതെ വിടുന്നെന്ന് വിശദീകരിക്കുന്നുണ്ടാവുമല്ലോ. അത് ഏത് പോയിന്റുകൾ നേരത്തെയാണ് ഈ 3 പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നത്? അതായത് ഒന്നാമത്തത് 3 സെറ്റ് ഓഫ് മോട്ടീവ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിരുന്നു. 1, 16/5/2016 തീയതി അസംബ്ലി ഇലക്ഷന് 1-ാം പ്രതിയും മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരു ഗ്രൂപ്പും തമ്മിലുള്ള സെൻസിറ്റീവ് ബൂത്തിൽ വെച്ചിട്ട് കാസർഗോഡിൽ വെച്ച് ഒരടി. അത് തെളിയിക്കാൻ 4ഓളം സാക്ഷികളെ വിസ്തരിച്ചു. അതിന് FIR ഉണ്ടായിരുന്നില്ല. ആ അടിക്ക് FIR രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആ മോട്ടീവ് ഡിസ്ബിലീവ് ചെയ്തു. അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ആരും പരാതി തന്നില്ല അതുകൊണ്ടാണ് FIR ഇടാത്തത് എന്ന് പോലീസിൻ്റെ മൊഴിയുണ്ട്. 323 നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്. 323-ൽ പോലീസിന് നേരിട്ട് FIR ഇടാനുള്ള അധികാരമില്ല. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെയാണ് ഈ 4 സാക്ഷികളുടെയും ഈ ഒരൊറ്റ കാരണത്താൽ ഡിസ്ബിലീവ് ചെയ്തിരിക്കുന്നത്. 2, രണ്ടാമത്തെ മോട്ടീവ് 32-ാം സാക്ഷി ചൂരിപ്പള്ളിയിലേക്ക് വെള്ളത്തൊപ്പിയും ഇട്ട് പോകുമ്പോൾ 1ഉം 2ഉം പ്രതികൾ വന്ന് കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവം. അയാൾ പിന്നീട് TI പരേഡിന് ശേഷം ഉത്തരദേശം പത്രത്തിൽ വന്ന ഫോട്ടോ കണ്ടിട്ടാണ് ഈ പ്രതികളെ തിരിച്ചറിയുന്നത്. അതിനെ കാസർഗോഡ് പോലീസ് 378/2016 നമ്പർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അയാളുടെ തലക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അയാൾ പ്രതികളെ സ്റ്റേഷനിൽ വെച്ച് തിരിച്ചറിഞ്ഞു. അത് അന്ന് പ്രതികൾ വന്ന ആ സ്കൂട്ടർ കണ്ടെടുത്തില്ല എന്ന് പറഞ്ഞ് അതും ഡിസ്ബിലീവ് ചെയ്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, 378/2016 നമ്പർ കേസിൻ്റെ ട്രയലാണോ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തിയത്? ഇത് മോട്ടീവിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു വസ്തുതയാണ്, അല്ലാണ്ട് അതിലെ മോട്ടോർ സൈക്കിൾ കണ്ടെടുത്തുവോ എന്നുള്ളത് നല്ല ക്വസ്റ്റ്യൻ. ആ കേസിലെ തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയെന്നുള്ളത് ഇതിൽ പരിഗണിച്ചു. ഞാൻ കാണിച്ചു തരാം ജഡ്ജ്മെൻറ്റിൽ. 3 വളരെ പ്രധാനപ്പെട്ട, അതായത് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്നാൾ 18/3/2017 തീയതി മിഡ് നൈറ്റിൽ താളിപ്പടപ്പിൽ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. ആ ടൂർണമെൻറ്റ് നടക്കുന്നതിനുള്ള എല്ലാ മൈക്ക് പെർമിഷൻ രേഖകളൊക്കെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് 1ഉം 2ഉം പ്രതികൾ ടൂർണമെൻറ്റ് സൈറ്റിലെത്തി. അവിടെ നിർത്തിയിട്ടിരുന്ന PW33 വിജയൻ്റെ പേരുള്ളതല്ല, വിജയൻ്റെ ഏട്ടൻ്റെ പേരുള്ള വിജയൻ അവിടെ വന്ന KL 14E 5992 മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് നടത്തി. ഈ മോട്ടോർ സൈക്കിൾ തെഫ്റ്റ് നടത്തി ഇവർ റോഡിലൂടെ കത്തി കാണിച്ച് ആദ്യം 4 മുസ്ലിം ചെറുപ്പക്കാരായിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. കറന്തക്കാട് ഭാഗത്തേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന് കയ്യിൽ 2-ാം പ്രതി വണ്ടി ഓടിക്കുന്നു. 1-ാം പ്രതിയുടെ കയ്യിൽ ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്നു. ആ ബിയർ ബോട്ടിൽ ജനങ്ങൾക്ക് നേരെ എറിയുന്നു, മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ എറിയുന്നു. അവർ തിരിച്ച് കല്ലെറിയുന്നു. 1ഉം 2ഉം പ്രതികൾ പോയി ദുർഗപരമേശ്വരി ടെമ്പിളിൻ്റെ മുമ്പിൽ വീഴുന്നു. വിജയൻ്റെ പരാതി പ്രകാരം ഞാൻ പറഞ്ഞല്ലോ 33-ാം സാക്ഷി, കാസർഗോഡ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. ആ വണ്ടി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഈ 19/3/2017 തീയതി 2-ാം പ്രതി എടുത്ത സെൽഫിയിൽ, മൊബൈൽ ഫോണിലെ സെൽഫിയിൽ പരിക്കുകളുള്ള ഫോട്ടോ കാണുന്നു. ഇതേ ഫോട്ടോസ് പ്രതികളുടെ അറസ്റ്റിന് ശേഷം ഡോക്ടർ റെക്കോർഡ് ചെയ്യുന്നു. 53-ാം സാക്ഷി ഡോക്ടർ അഗസ്റ്റിൻ പ്രതികളോട് ചോദിക്കുന്നു, 1ഉം 2ഉം പ്രതികളോട് ചോദിക്കുന്നു, ഈ പരിക്ക് എങ്ങനെയാണ് പറ്റിയത്? 1ഉം 2ഉം പ്രതികൾ ഡോക്ടർ അഗസ്റ്റിനോട് പറയുന്നു, 5 ദിവസം മുമ്പേ, ഷിനോജ് ആലോചിക്കണം, 24-ാം തീയതിയാണ് മെഡിക്കൽ എക്സാമിനേഷൻ, 5 ദിവസം മുമ്പേ 19 ബൈക്കിൽ നിന്ന് വീണിട്ടും ആളുകൾ കല്ലെറിഞ്ഞിട്ടും. ഇതിന് 5 സാക്ഷികളെ വിസ്തരിച്ചു. പോരെ മോട്ടീവ് പ്രൂവ് ചെയ്യാൻ? ഈ മോട്ടീവ് കോടതി ഡിസ്കാർഡ് ചെയ്തിരിക്കുന്നത് അതിലും FIR ഇല്ല ആ സംഭവത്തിനെന്ന് പറഞ്ഞു.
കാസർഗോഡുള്ളൊരു പ്രദേശം. ഒരു എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന് സാക്ഷിക പറയുന്നുണ്ട്. ആ സാക്ഷി പറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. ചൊറ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നാലെ പരാതിയുമായിട്ട് പോവാതിരുന്നതെന്ന്. ഒരു FIR ആണോ എന്തിൻ്റെയും അടിസ്ഥാനം? ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? അതായത് ഡോക്ടറുടെ മൊഴിയും വിവരങ്ങൾ ഉണ്ടായിട്ട് പോലും അതും പരിഗണിച്ചില്ല. അതും പരിഗണിച്ചില്ല. അതിൽ പറഞ്ഞത് 1-2 ഗ്രൗണ്ടുകൾ പറഞ്ഞു. ഒന്ന്, ഹെൽമെറ്റ് ഇട്ടാൽ ഐഡൻറ്റിഫിക്കേഷൻ പറ്റില്ല, ഹെൽമെറ്റ് ഇട്ടാണ് അവർ വന്നിരിക്കുന്നത്. 2, അവിടെ ലൈറ്റ് ഉണ്ടോ? ഷിനോച്ചോ, ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്, ഫ്ലഡഡ് ലൈറ്റ് ആയിരിക്കും. മാത്രമല്ല ഇതൊന്നും ഡിഫൻസ് ചലഞ്ച് ചെയ്തിട്ടുമില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ ഡിഫൻസ് ചലഞ്ച് ചെയ്യാത്ത കാര്യങ്ങളാണ്. അതെ, പ്രതിഭാഗം കോടതിയിൽ ചലഞ്ച് ചെയ്യാത്ത കാര്യങ്ങൾ വിധിപ്പകർപ്പിൽ വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ആർക്കും പറയാനില്ല. ഇവിടെ പറയാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇതിനെ കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിയമം എന്താ മോട്ടീവിനെ കുറിച്ച്? ഒരു ക്രിമിനൽ കേസിൽ മോട്ടീവ് പൂർണ്ണമായും തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രതികളെ വെറുതെ വിടണമെന്നാണോ? ഡയറക്റ്റ് എവിഡൻസ് ആണെങ്കിലും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആണെങ്കിലും മോട്ടീവിന് പ്രാധാന്യമുണ്ട്. എന്നാൽ മോട്ടീവ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു കേസും ഡയറക്റ്റ് എവിഡൻസ് ആട്ടെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആട്ടെ ഒരു കേസും വെറുതെ വിടാൻ പാടില്ല എന്ന് 3-അംഗ ബെഞ്ച് സുപ്രീം കോടതി 2015 ഈ വിധിപ്പകർപ്പും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ 3 സെറ്റ് ഓഫ് മോട്ടീവ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്? സ്വന്തം മൊബൈൽ ഫോണിൽ കണ്ട ഫോട്ടോസ്, ആ ഫോട്ടോസ് കോടതിയിൽ വരുമ്പോൾ ആ പരിക്ക് പറ്റിയതിനെക്കുറിച്ച് ഡോക്ടർമാരോട് പറഞ്ഞ മൊഴി ഇഗ്നർ ചെയ്യാൻ പറ്റുമോ? ഇതാണ് മോട്ടീവിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ DNA എവിഡൻസ് എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം വളരെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ ആരും അത്ര അഗ്രഗണ്യരല്ല, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും അതെ. എന്നാലും ഒരു കാര്യം മാത്രമാണ് എനിക്ക്, 1-ാം പ്രതി നയിച്ചാനയിച്ച് കൊണ്ടുപോയി 1-ാം പ്രതിയുടെ വീട്ടിൻ്റെ തെക്കുഭാഗം അയലിൽ ആറിയിട്ട 1-ാം പ്രതിയുടെ മുണ്ടും ഷർട്ടും, ചോരയിൽ കുതിർന്ന മുണ്ടും ഷർട്ടും, അത് അന്വേഷണ ഉദ്യോഗസ്ഥന് 1-ാം പ്രതി 27 റിക്കവറി പ്രകാരം കാണിച്ചു കൊടുക്കുന്നു, ബന്ദോസിലെടുക്കുന്നു. അതിന് കാസർഗോഡ് ജില്ലയിലെ 2 തഹസിൽദാർമാർ കൃത്യമായി റിക്കവറി വിറ്റ്നസസ്. 1-ാം പ്രതിക്കൊരു കേസില്ല, ഇതെൻ്റെ ഡ്രസ്സല്ലെന്ന്. 1-ാം പ്രതിയുടെ എൻ്റെ സുഹൃത്തുക്കളായ അഭിഭാഷകർക്കും ഒരു കേസില്ല, അത് 1-ാം പ്രതിയുടെ ഡ്രസ്സല്ല എന്ന്. എന്നിട്ടും ഈ DNA ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 1-ാം പ്രതിയുടെ DNA എന്തുകൊണ്ട് എടുത്തില്ല? എന്തിന്? ഈ ഡ്രസ്സ് 1-ാം പ്രതിയുടേതാണെന്ന് ഉറപ്പ് വരുത്താൻ. അതിൽ സാക്ഷിമൊഴികളെ ഉണ്ടല്ലോ, തഹസിൽദാർ ഉൾപ്പെടെ സാക്ഷിമൊഴികളില്ല, അവിടെ നിന്നാണ് ഈ ഡ്രസ്സ് എടുത്തെന്നുള്ള മൊഴികളില്ലേ? അതുകൊണ്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ക്രിമിനൽ കേസുകളും ഒരു കൊലപാതക കേസുകളും നിലനിൽക്കില്ല. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യം ഏതാ? ഒന്നുകിൽ 1-ാം പ്രതി ഇതെൻ്റെ ഡ്രസ്സേ അല്ല, ഈ ഡ്രസ്സുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നുള്ളൊരു സജഷൻ എങ്കിലും 1-ാം പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ റിക്കവറി ഏതെങ്കിലും തരത്തിൽ എവിഡൻസിൽ ഷെയ്ക്ക് ആവണം. ഇതിൽ ഷിനോജ് ഒരു കാര്യം കൂടി അറിയോ? 1-ാം പ്രതിയുടെ ഡ്രസ്സ് എടുത്തു എന്ന് പറയുന്ന ഈ വീട് 1-ാം പ്രതിയുടെ അച്ഛൻ്റെ പേരിലുള്ള വീടാണെന്ന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, പ്രതികൾക്ക് തർക്കമില്ല. ആ സാഹചര്യത്തിൽ ജഡ്ജ്മെൻറ്റിൽ കാണുന്നു അവിടുത്തെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്തില്ല എന്ന്. എന്തിനാ ഷിനോജ് അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്യണത്? അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? അന്വേഷണ ഏജൻസീനെ നമുക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പം കഴിയും, അതേസമയം അവർ എടുത്ത എഫേർട്ട് നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ 27 റിക്കവറി മാസ്റ്ററിൽ 1-ാം പ്രതിയുടെ അച്ഛനെയും അമ്മയെയും സാക്ഷിയാക്കിയിട്ടാണ് ഈ റിക്കവറി നടത്തിയെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയാണ് DNA ഓവർകം ചെയ്തിരിക്കുന്നത്. അതുപോലെ 1-ാം പ്രതിയുടെ അമ്മയെ 1-ാം പ്രതി RSS ആണെന്ന് കാണിക്കാൻ അമ്മയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തില്ല പോലീസ്. ഇത്തരം കോടതിയുടെ ഒബ്സർവേഷനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വീഴ്ച എന്ന് പറയുന്നത്. പക്ഷെ വീഴ്ച എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇനി അതും ചോദിക്കട്ടെ, ഇൻവെസ്റ്റിഗേഷൻ്റെ ലാച്ചസ്, ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ്ലി ടൈൻറ്റഡ്. അങ്ങനെയാണെങ്കിൽ പ്രതികളെ വെറുതെ വിടാൻ പാടില്ല, തെളിവുകൾ നോക്കണ്ടേ? 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ റിയാസിൻ്റെ DNA എങ്ങനെ വന്നു? മരിച്ച റിയാസിൻ്റെ. 1-ാം പ്രതി എടുത്തു കൊടുത്ത മുണ്ടിൽ മരിച്ച റിയാസിൻ്റെ DNA എങ്ങനെ വന്നു? 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തി അറസ്റ്റിന് മുമ്പ് എപ്പോഴെങ്കിലും അന്വേഷണ ഏജൻസിയുടെ കൈവശത്തായിരുന്നു എന്ന് പ്രതികൾക്കൊരു വാദമുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ കേൾക്കുമ്പം തന്നെ ഒരു കേസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോയിരിക്കുന്നതെന്ന്. ഇതിന് പകരം ഷിനോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, കാരണം നിങ്ങളും എന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ലോ, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്തു നിന്നും പഠിച്ചു വന്നത് അത്രയ്ക്കും രാത്രി ഉറക്കമളച്ച് രാത്രി 2-3 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഈവൻ കാസർഗോഡ് പോകുന്ന സമയത്ത് തലേ ദിവസം ഉറക്കമില്ലാത്ത രാത്രികൾ, രാത്രി അനേകം വെല്ലുവിളികൾ, രാത്രി 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് 4:30 മണിയുടെ ട്രെയിനിനൊക്കെ മാറി കയറി കാസർഗോഡ് എത്തി.
അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ആ പള്ളി കമ്മിറ്റിക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട്, റിയാസിൻ്റെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഓരോ സമയത്തുള്ള പുരോഗതി അറിയിച്ചുകൊണ്ട് വളരെ ഭംഗിയായി കേസ് നടത്തി തീർത്തു. കുടുംബ പള്ളി കമ്മിറ്റിക്കാർ ആരും ഒരു പരാതി ഈ ഘട്ടം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കേരളത്തിൽ ആകെ പരാതിയുള്ളത് മിസ്റ്റർ വി ഡി സതീശന് മാത്രം. അദ്ദേഹത്തിനെ പോലെ മാന്യനായ ഒരു വ്യക്തിയിൽ നിന്നും ഇത് കേൾക്കുമ്പം വേദനയുണ്ട്. കാരണം ഇത് ഒരു പ്രൊഫഷനെ അറ്റാക്ക് ചെയ്യാണ് അയാൾ. പെർസി ഡിഫാമേറ്ററി ആണ്. നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നിയമപരമായി മുന്നോട്ട് നീങ്ങും തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എനിക്കിതിലൊന്നും താല്പര്യമില്ല. കാരണം ഞാനൊരു കുടുംബത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ സീനിയർ പോയതിന് ശേഷം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് കേരളത്തിലെ ഒരുപാട് കേരളത്തിൽ തന്നെ അനേകം 302 കേസുകൾ നടത്തുന്ന ഒരു വക്കീലാണ് ഞാൻ. ആ സമയത്താണ് വി ഡി സതീശൻ്റെ ദൗർഭാഗ്യകരമായ ഈ പ്രസ്താവന. നിങ്ങളോട് ഞാൻ തുറന്നു പറയാം. ആദ്യ ദിവസം പ്രസ്താവന കിട്ടിയ ഉടനെ, കാരണം അദ്ദേഹം എനിക്ക് എൻ്റെ മനസ്സിൽ വളരെ ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു, നേരിട്ടറിയില്ലെങ്കിലും. ആദ്യ ദിവസം ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയ സമയത്തിന് അദ്ദേഹത്തിന് ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഒന്നും മറക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം, നിങ്ങൾ അറിയാതെ പറയരുതെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായമാവാം, പക്ഷേ അത് ഒരു കുടുംബത്തിൽ കയറിയിട്ട് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾക്കറിയാലോ റിയാസ് മൗലവിയുടെ കുടുംബത്തിനോ ഈ കമ്മിറ്റിക്കോ യാതൊരു ആരോപണവുമില്ലെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ മാത്രം ഇത് രാഷ്ട്രീയ അജണ്ട ദയവ് ചെയ്തിട്ട് പ്രൊഫഷനിൽ കലർത്തരുത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാക്ക്, വക്കീലെ ഞാൻ ഇത് പഠിക്കട്ടെ എന്ന്. വീണ്ടും ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടത് തിരുത്തുമെന്ന്. പഠിച്ചിട്ടും അയാൾ തിരുത്താതെ കാസർഗോഡ് പോയിട്ട് അയാൾ പറഞ്ഞു, 5 സാക്ഷികളെ പ്രോസിക്യൂട്ടർ ഗിവ് അപ്പ് ചെയ്തു എന്ന്. ഞാൻ വീണ്ടും പറയണു, അങ്ങനെ ഒരു കാര്യം വിധി പകർപ്പിലോ കോടതി രേഖകളിലോ മെമ്മോ ഓഫ് എവിഡൻസിലോ കാണിച്ചു തന്നാൽ ഷാജിത്ത് എന്ന് പറയുന്ന ഈ വക്കീൽ ആ സമയത്തോടെ പ്രാക്ടീസ് നിർത്തും. വി ഡി സതീശൻ രാഷ്ട്രീയം നിർത്തുക. വി ഡി സതീശൻ പക്ഷേ രാഷ്ട്രീയം നിർത്താൻ പറ്റിയില്ല എന്ന് വരും. കാരണം അത്രയ്ക്കും, ഞാൻ പറയുന്നത് ഷിനോജ്, അത്രയ്ക്കും ഒരു കേസിൽ ഒരു ജീവൻ അർപ്പിക്കുക. എൻ്റെ മകനൊരു 10 വയസ്സുള്ള എൻ്റെ മകനൊരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് റിയാസ് മൗലവി കേസ് മാത്രമേ ഉള്ളൂ എന്ന്. അവൻ കേൾക്കുന്നത് മുഴുവൻ വീട്ടിൽ നിന്ന് റിയാസ് മൗലവി. വാദം നടത്തുന്നതിൻ്റെ തലേ ദിവസം വരെ പോയിട്ട് വരുന്ന ലൈവ് ലോയിൽ വരുന്ന സുപ്രീം കോടതി വിധി പകർപ്പുകൾ അത് കൂലങ്കഷമായി പരിശോധിച്ച് കോടതിയിൽ ഹാജരാക്കി ബഹുമാന പുരസ്സരം കോടതിയോട് പറയും, ഇതും ഒരു പൊസിഷൻ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ഷാജിത്ത് ഹാജരായിക്കോളൂ, ഞാൻ നോക്കാമെന്ന് പറയും. ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ട് പിന്നെ എന്ത് ചെയ്യണം ഷിരാജ്? ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം കൂടെ, റിയാസ് മൗലവിയുടെ മൊബൈലും സിമ്മും പരിശോധിച്ചാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു കോടതിയിൽ. അതായത് ഞാൻ പറയാം, അതായത് റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു മൊബൈൽ ഫോണും സിം കാർഡുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. നിങ്ങൾക്കറിയാലോ, നാട്ടിലുള്ള ഉസ്താദുമാർക്ക് തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ സമ്മാനവും അവരാണ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് ഈ പാവത്തിന്. ഓരോ വീട്ടിൽ നിന്നാണ് ഫുഡ്. കാരണം അദ്ദേഹത്തിൻ്റെ സാലറി 8,000 രൂപയാണ്. ആ 8,000 രൂപ കൊണ്ടാണ് ഭാര്യയെയും 1 വയസ്സുള്ള കൈക്കുഞ്ഞിനെയും നോക്കേണ്ടത്. 8,000 രൂപ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ മൊബൈൽ ഫോൺ, കാർ റീഡർ, ഇതൊക്കെ ഗിഫ്റ്റാണ്. ഈ മൊബൈൽ ഫോണിലാണ് അവസാനമായിട്ട് റിയാസ് മൗലവി തൊട്ട പിന്നിലുള്ള വീട്ടിലുള്ള ആഷിമിനെ വിളിച്ചിട്ട് ലൈറ്റ് കണ്ണിൽ കുത്തുന്നു എന്ന് പറയുന്നത്. ലാസ്റ്റ് കോൾ അത് തെളിവിൽ വന്നതാണ്. ഈ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയക്കേണ്ട ആവശ്യം എന്താ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഡിഫൻസിന് എവിടെയാ ഒരു കേസ് ഈ മൊബൈൽ ഫോൺ റിയാസ് മൗലവി ടെററിസത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയോ ഉപയോഗിച്ചുവെന്ന്? അങ്ങനെയാണെങ്കിൽ റിയാസ് മൗലവിയുടെ റൂമിൽ മറ്റ് പല സാധനങ്ങളുമുണ്ട്. അന്വേഷണ ഏജൻസി എല്ലാ പ്രോബബിൾ ഡിഫൻസും മീറ്റ് ചെയ്യണോ, അതോ മതിയായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണോ? ഷിനോജ്, ഈ സമയത്ത് തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഈ മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രതിഭാഗത്തിന് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് ചോദിക്കണ്ടേ? ഈ മൊബൈൽ ഫോൺ പ്രതിഭാഗത്തിന് ഫോറൻസിക്കിന് അയച്ചുകൂടെ? പ്രതിഭാഗം അങ്ങനെ എന്തെങ്കിലും ഒരു വാദം ഉന്നയിച്ചാൽ, ഈ മൊബൈൽ ഫോണിൽ ടെററിസത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരുന്നാൽ, എനിക്ക് ആ സമയത്ത് ഈ മൊബൈൽ ഫോൺ അയക്കാൻ പറഞ്ഞുകൂടെ? ഒന്നും മിണ്ടാതിരുന്നിട്ട് ഒരു മൊബൈൽ ഫോൺ കോടതിയിലെത്തിയത് അത് പ്രതികൾക്ക് അനുകൂലമാക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് എഗെയിൻസ്റ്റ് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ്, നിയമത്തിന് തന്നെ എതിര്. നേരെ മറിച്ച് ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് എതിർവിസ്താരം ചെയ്ത് മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നാൽ പ്രതികൾക്ക് പിന്നീട്, അതുമാത്രമല്ല, ഇത് പ്രതികൾ വാദിച്ചൊരു കാര്യമല്ല. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യം പ്രതികൾ ഞാൻ വിധിപ്പകർപ്പിൽ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് തന്നെ. ആരും ശ്രദ്ധിക്കാതെ ഈ മൊബൈൽ ഫോൺ അയാളുടെ അടുത്തുനിന്ന് മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട്, കാർ റീഡർ, അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട്.
ഇതാണ് മൊബൈൽ ഫോൺ. ഏതായാലും വിധിപ്പകർപ്പിൽ നിരവധി സംശയങ്ങളാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണ്ട, നിലവിലെ ചാർജ് ഷീറ്റ് വെച്ച് തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. നിലവിലെ വിവാദങ്ങൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.